തമിഴ് സിനിമാ ലോകത്ത് വൻ കുതിപ്പുമായി അജിത്ത്. ഇന്ത്യൻ കളക്ഷനിൽ അമ്പരിപ്പിച്ച് ഗുഡ് ബാഡ് അഗ്ലി മുന്നേറി. ആരാധകർക്കുള്ള വൈബ് പടം തന്നെയെന്ന് ആരാധകർ ഉറപ്പിച്ചു പറയുന്നു. 2.5 മണിക്കൂർ മതിമറന്ന് ആഘോഷിക്കാം. ഇത് അജിത്തിന്റെ പക്ക ആറാട്ടുപടം. ഒരു പക്ക ഫാൻബോയ് ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. ഇത് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്ന കാര്യമാണ് കേട്ടോ. അജിത്തിനെ നായകനാക്കി ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം തുടക്കം മുതൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. ഗുഡ് ബാഡ് അഗ്ലി നേട്ടങ്ങൾ കൊയ്യുമെന്ന് തന്നെയായിരുന്നു അന്നും ഇന്നും ആരാധകർ പറഞ്ഞത്. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ സിനിമ ഇപ്പോഴിതാ OTTയിലേക്ക് എത്തുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചിത്രം മെയ് 8 മുതലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നും ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചു. ഏപ്രിൽ 10-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. തിയേറ്ററിലെത്തി കൃത്യം 28 ദിവസത്തിന് ശേഷമാണ് ചിത്രം ഇപ്പോൾ OTTയിലേക്കും എത്തുന്നത്. ഇതിനോടകം തന്നെ ഗുഡ് ബാഡ് അഗ്ലി ആഗോളതലത്തിൽ 200 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഗുഡ് ബാഡ് അഗ്ലിയുടെ ആകെ കളക്ഷനിൽ സർപ്രൈസ് മുന്നേറ്റമാണ് ഓരോ ദിവസം കാഴ്ചവെക്കുന്നത്. ഗുഡ് ബാഡ് അഗ്ലി 243 കോടിയാണ് ആകെ നേടിയിരിക്കുന്നത്. ആദിക് രവിചന്ദ്രൻ സംവിധാനം നിർവഹിച്ച ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഏകദേശം 151 കോടിക്ക് മുകളിലാണ് നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ആരാധകരെ അമ്പരപ്പിച്ചു. അതേസമയം വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും കേരളത്തിൽ നിന്നും അജിത്തിന്റെ ചിത്രത്തിന് നല്ല കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകളും കണക്കുകളും പറയുന്നത്. ഒരു റെഡ് ഡ്രാഗൺ എന്ന അധോലോകത്തിന്റെ തലയാണ് AK. പൂർണ്ണമായും ഒരു അജിത് ഷോ തന്നെയാണ് ചിത്രം. എങ്കിലും വമ്പൻ താരനിരയും ഗുഡ് ബാഡ് അഗ്ലിയിൽ എത്തുന്നുണ്ട്. തൃഷ, സുനിൽ, ജാക്കി ഷെറഫ്, പ്രിയ വാര്യർ, പ്രഭു, ഷൈൻ ടോം ചാക്കോ, പ്രസന്ന, ഉഷ ഉതുപ്പ് എന്നിവർക്കൊപ്പം ആരാധകർക്ക് സർപ്രൈസായി ചില അതിഥികളും സിനിമയിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര ഡ്രോണുകളും ചിത്രത്തിൽ എത്തുന്നുണ്ട്. അജിത് ഫാൻസിനെ ഹരം കൊള്ളിക്കുന്ന സീനുകൾ ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് പഴയ സൂപ്പർ പടങ്ങളിലെ ചില രംഗങ്ങളാണ് സിനിമയിൽ വരുന്നത്. പരമശിവൻ, ദീന, ബില്ല, മങ്കാത്ത തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്നുള്ള റെഫറൻസുകളും സംഭാഷണങ്ങളും പാട്ടുകളും ചിത്രത്തിലുണ്ട്. മാത്രമല്ല ചിത്രത്തിന്റെ ആവേശം കത്തിച്ചു നിർത്തുന്ന പാട്ടുകളും ഡാൻസും എല്ലാം ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആദിക് രവിചന്ദ്രൻ. ഇനി OTTയിലും മിന്നുന്ന പ്രകടനം അജിത്ത് കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.